കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കള്, കർത്താവ് ഇന്റർവ്യൂ ഉള്ള മക്കള്, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കള്, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല, ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നത് കൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളത് കൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ നിന്നെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിന്റെ വഴികളിലെ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ വഴികളിലെ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിന്റെ ഓരോ ഉദ്യമങ്ങളും നിന്റെ ഓരോ ചിന്തകളും നിന്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവും നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധ അമ്മ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയോ? ഈ നിലനിൽപ്പില്ലേ, നിലനിൽപ്പ് ഒരു ചില്ലറ വിഷയമല്ല കേട്ടോ. കണ്ടിന്യൂറ്റി, കവനൻ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നാണ് സബ്ജക്റ്റ് പറയണത്. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ് യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് വിഷയം. ഞാൻ ഇപ്പൊ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ഓർത്തേക്കണം, നിങ്ങൾ വന്ന് ഇടിച്ചു തല്ലി കയറി മസിൽ പിടിച്ച് ഉടമ്പടി എടുത്തോണ്ട് പോയതല്ല, ദൈവം നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചതാണ്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നത്. ഉടമ്പെടുത്തത് എന്തിനാണ്? പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന്. നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും സുരക്ഷിത പ്രവർത്തനങ്ങൾക്കും നിങ്ങളെ നിയോഗിച്ചത് ആരാണ്? ഈശോ തന്നെയാണ്. അപ്പൊ അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോ നിങ്ങൾക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടതാണ്. നമുക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത്. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ തിരുപ്പട്ടം മേടിക്കുമ്പോഴേ സത്യമായിട്ട് ആ ബോധമുണ്ട്. കർത്താവിൻ്റെ നിയോഗത്തിലാണ് നമ്മൾ ഒരു രൂപത്തിലാണ് ഇൻകാർണേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാ രൂപതയും റിലീജിയസും എല്ലാം ബേസിക്കായിട്ട് ആര് വിളിച്ചതാണ്? ഈശോ വിളിച്ച് നിയോഗിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ മനസാക്ഷി ഈശോ നമ്മളിൽ വസിച്ചുകൊണ്ട്, നാളെ നമ്മളത് കാണും, ഈശോ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവർത്തി ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കാണും. അത് നിങ്ങൾ അതിലേക്ക് വരണമെന്ന് എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനം, അതുപോലെ തന്നെ രോഗി പരിചരണം, അതുപോലെ തന്നെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവം ചെയ്തത്, ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യണം. പൗലോസ് 10 ദിവസത്തിനെ കുറിച്ച് നല്ലോണം പറയുന്നുണ്ട്. പ്രസംഗിക്കുന്നവൻ കർത്താവിൽ അരുളപ്പാട് ലഭിച്ചവരെ പ്രസംഗിക്കട്ടെ. 1 Petrus 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട്. ഈ പള്ളികളിലൊക്കെ
പ്രസംഗത്തിൻ്റെ പുസ്തകം നോക്കി ചില അച്ഛന്മാർ കഥകൾ പറയുന്നില്ലേ. കൃപാസനത്തിൻ്റെ കേമത്തം പറയുകയല്ല, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ വല്ലപ്പോഴും കഥ പറയുന്നത്. നിങ്ങൾ ഉറങ്ങിയാലും തൂങ്ങിയാലും ഐ വിൽ നോട്ട് സേ എനി സ്റ്റോറി. എന്താ കാര്യം? അത് ഇതാണ് കാരണം. പ്രസംഗിക്കുന്നവൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ നിങ്ങൾ ആദർശ സേവനത്തിന് പോകത്തില്ലേ കേട്ടോ. ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവന് ശക്തി വേണം. അല്ല ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞ് ഓടിക്കെട്ടി നേരെ അശുദ്ധിലോട്ട് പോകരുത്. കുറച്ച് കഴിയുമ്പോൾ തളരും, മടുക്കും, മുരണിപ്പ് തോന്നിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണം മുരണിപ്പ്. ഓടിക്കത്തില്ലേ, അതിനാണ് മുരണിപ്പ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ബോറടിക്കും നമുക്ക് വർക്ക്. അപ്പം അതിനെന്താ വെച്ചാൽ അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. വെച്ചാൽ ഈ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ ആതുര സേവനം ഇപ്പം ഞങ്ങളൊക്കെ ഉള്ള കാര്യം പറയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും സുവിശേഷ വിലക്ക് പോകുമ്പോഴും ഞാൻ സമരത്തിനൊക്കെ പോകും, ചില അവകാശ പോരാട്ടത്തിനൊക്കെ പോകും. അപ്പോഴൊക്കെ എല്ലാം ഒരു 3-4 ജവമാരൊക്കെ ശരിയിട്ടാണ് പോണത്. രാത്രിയും പകലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിറ്റേ ദിവസം നടക്കാനുള്ള എല്ലാ വിഷയവും സമർപ്പിക്കും. അതാണ് ദൈവത്തിൽ. അതാണ് ഇപ്പൊ ഒന്നിൽ വായിച്ചത്. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്ന പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അതാണ് ഇപ്പൊ നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കാതെ നിങ്ങൾ പോകത്തില്ലേ? രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ 3 മണിക്കൊക്കെ 4 മണിക്ക് ചോറുണ്ടാക്കി ആശുപത്രി കൂടെ കൊടുത്തിട്ടല്ലേ നിങ്ങൾ ഓഫീസിൽ പോണത്. നിങ്ങൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, ഉടുപ്പ് കൊടുക്കുന്നവരുണ്ട്. ശുശ്രൂഷിക്കുന്നവൻ എന്ത് ചെയ്യണം? ഒരു ഉത്തരവാദിത്വം, ഉടമ്പടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള എല്ലാ ഐഡിയ ചെയ്യരുത്. മറിച്ച് എന്താണ്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവരെ പോലെ ശുശ്രൂഷിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മളിരുന്ന് ആ വിഷയം സമർപ്പിച്ച് കർത്താവെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിനും എന്നെ ഇത് ഏൽപ്പിച്ചതിനും അങ്ങയ്ക്ക് വേണ്ടി ഈ ജോലി ചെയ്യാൻ എനിക്ക് അവസരം തന്നതിനും നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ എല്ലാ വിശുദ്ധന്മാരെ മാലാഖമാരെ എൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ ശുശ്രൂഷ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവെ എന്നെ ശക്തീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇടിവിട്ട് അനുഭവമായിരിക്കും.